രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ധീരസൈനികരോടുള്ള ആദരസൂചകമായും വിമുക്ത ഭടന്മാരുടെയും സായുധ സേനാംഗങ്ങളുടെയും സേവനത്തെ സ്മരിച്ചും സായുധ സേന പതാക ദിനം ആചരിച്ചു. കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. സ്വന്തം കുടുംബത്തെയും വ്യക്തിപരമായ താൽപര്യങ്ങളെയും പോലും വിസ്മരിച്ച് രാഷ്ട്രത്തിനു വേണ്ടി നിസ്വാർത്ഥമായി ത്യാഗം ചെയ്യുന്നവരാണ് നമ്മുടെ സൈനികരെന്ന് മന്ത്രി പറഞ്ഞു. അതിനാൽ ജീവത്യാഗം ചെയ്ത സൈനികരുടെയും കുടുംബങ്ങളുടെയും വിമുക്ത ഭടന്മാരുടെയും പുനരധിവാസവും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുള്ള പതാക ദിനാചരണവുമായി എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. NCC കേഡറ്റുകളിൽ നിന്ന് പതാക സ്റ്റാമ്പ് സ്വീകരിച്ചായിരുന്നു ഉദ്ഘാടനം. രാവിലെ കണ്ണൂരിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് സംഘടിപ്പിച്ച ചടങ്ങിൽ വാർ മെമ്മോറിയൽ കൺവീനർ റിട്ടയർഡ് കേണൽ NVG നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് വിംഗ് കമാൻഡർ PA വിജയൻ സായുധസേന പതാക സന്ദേശം നൽകി. ADM C പത്മചന്ദ്രകുറുപ്പ്, ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ KK ഷാജി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, കേരള സ്റ്റേറ്റ് എക്സ് സർവീസ്മെൻ ലീഗ് ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടയമ്പത്ത്, നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേറ്റർ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് മൈക്കിൾ ചാണ്ടിക്കൊല്ലിയിൽ, അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് വനിതാ വിംഗ് പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ സാവിത്രി കേശവൻ, എയർഫോഴ്സ് അസോസിയേഷൻ കണ്ണൂർ ചാപ്റ്റർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാരായണൻ NV, ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് വെൽഫെയർ ഓർഗനൈസേഷൻ VP ജോസ് എന്നിവർ സംസാരിച്ചു. വിമുക്ത ഭട സെമിനാറിൽ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് ഹെഡ് ക്ലർക്ക് MM ഖാദർ വിഷയം അവതരിപ്പിച്ചു. ഈ വർഷവും എനിക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും പ്രധാനപ്പെട്ട രണ്ട് പരിപാടികൾ. പക്ഷേ ഞാൻ പറഞ്ഞു, യുദ്ധസ്മാരകത്തിലെത്തി ആ പരിപാടിയിൽ പങ്കെടുത്തേ പറ്റും. ആ പരിപാടികളിൽ പങ്കെടുക്കുക എൻ്റെ ഒരു ജീവിതധർമ്മത്തിൻ്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഞാൻ ഇന്നലെ ഇവിടെത്തി. അത് ത്യാഗമായിട്ടല്ല. എന്നെപ്പോലുള്ള എളിയ പൊതുപ്രവർത്തകന്മാർക്ക് ഓർമ്മിക്കാനും ആദരിക്കാനും കഴിയുന്ന ഉത്കൃഷ്ടമായ ഒരു ദിനമാണ് ഈ സായുധ സേന പതാക ദിനാചരണം. ഇവിടുത്തെ ഭടന്മാരുണ്ട്. നിങ്ങളുടെ മുമ്പിൽ സേവനത്തിൻ്റെ ആ ദീർഘമേറിയ വശങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞറിയിക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീരചരമം പ്രാപിച്ച് രാജ്യത്തിന് തങ്ങളുടെ അമൂല്യമായ നിധി സമർപ്പിച്ചിട്ടുള്ള